കുഞ്ഞ് വീട് എപ്പോൾ വരുന്നത് എന്നുള്ള ചോദിക്കും. എനിക്ക് മടി കാരണം ഞാനൊന്നും ഇടില്ല. അങ്ങനെ ഞാനിത് പോയിട്ട് 1 വീക്ക് പോയി. ഒരു സൺഡേ ആണ് ഞാൻ ഇവിടെ പോയത് കേട്ടോ. അങ്ങനെ ഫാമിലി ആയിട്ട് പോയതാണ്. സൺഡേ ഈവനിങ് ആകുമ്പോൾ ഒരു ചായ കുടിക്കാം എന്നുള്ളൊരു ഇത് വരും. എൻ്റെ പേർക്ക് എല്ലാവർക്കും ചായ മാസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ് ഇവിടത്തേക്ക്. ഈ സ്പോട്ട് ഫസ്റ്റ് കണ്ടത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. എൻ്റെ ഉമ്മ ഈ ഫോണിൽ റീൽസ് എല്ലാം കണ്ടിട്ട് അങ്ങനെ ഉമ്മ പറഞ്ഞതാണ്, മാവിലൊക്കെ അടുപ്പുറത്ത് ഒരു ചായൻ്റെ സ്ഥലം വന്നിട്ടുണ്ട്, നമുക്ക് അടുത്തേക്ക് പോവാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയ സാധനമാണ് ഐറ്റംസാണ് ഇത്. കല്ലുമക്കായും ചിക്കൻ സ്റ്റിക്കും സമൂസയും, ഈ 3 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ആക്കിയത്. അതിൻ്റെ അപ്പുറം ഒരു മുട്ടയുടെ സംഭവം ഉണ്ട്. അത് കണ്ടിട്ടൊരു കൗതുകം തോന്നിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ട് സാധാ ഒരു മുട്ട അങ്ങനെയുള്ളൂ. മുട്ട പൂങ്ങിയിട്ട് അങ്ങനെ തിന്നുന്നത്. അതിൻ്റെ മുകളിൽ വലിയ ഫ്ലേവർ വ്യത്യാസം തോന്നില്ല. സാധാ പൂങ്ങിയ മുട്ട എങ്ങനെ ഉണ്ടാവും അതന്നെ സംഭവം. അങ്ങനെയുള്ളൂ അത്. കല്ലുമക്കായി നല്ല ടേസ്റ്റ് ഉണ്ടായിനി. കല്ലുമക്കായും ചിക്കൻ സ്റ്റിക്കും നല്ല വേണ്ടായിനി. സമൂസ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഉപ്പിലിട്ട ഐറ്റംസും ഐസ്ക്രീംസും ഒക്കെ ഉണ്ടായിനി. പിന്നെ പിള്ളേരെല്ലാം ഇങ്ങനെ ബീച്ചിൽ കളിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ കളിക്കാൻ ഇറങ്ങി. ഒരു ആംബിയൻസ് സൺസെറ്റ് കാണാൻ നല്ല പാങ്ങുണ്ടായിന്. പിന്നെ ഈ സൺസെറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലൈറ്റൊക്കെ ഓപ്പണായി. അപ്പോൾ ലൈറ്റെല്ലാം ഓപ്പൺ ആയിട്ടാകുമ്പോൾ നല്ല പാങ്ങുണ്ടായി കേട്ടോ. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് അവിടെ. എൻ്റെ ഉമ്മാക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. എൻ്റെ ഉമ്മ പറയുന്നത് കേട്ടോ. എന്തായി മാവിലാടം വന്നിട്ട് നല്ല തന്നെ നല്ല അടിപൊളി. മാവിലാടം നല്ല അടിപൊളിയാണ്. നല്ല വൈബ്, നല്ലോണം ആളും ഉണ്ട്. ഉമ്മ പറഞ്ഞത് കേട്ടോ. ഉമ്മാക്കിടെ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നല്ല പാങ്ങുണ്ട്. ഇവർക്കെല്ലാം ഇങ്ങനെ പുറക്കന്നെ ഇരുന്നിട്ടാകുമ്പോൾ ഉള്ളൊരു ഇതില്ലേ, അതൊക്കെ മാറും ഇവിടെ വന്നെങ്കിൽ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് വെള്ളാപ്പിൽ കായൽ തീരം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോഴേ പുറത്തേക്ക് പോകണ്ട, ആർക്ക് പുറക്ക് പോകുന്ന ഇഷ്ടമില്ല. ഇങ്ങനെ ആ ഒരു സൺഡേ എന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ്. ആ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കായൽ തീരം എത്തിയിട്ടാകുമ്പോൾ എൻ്റെ സീനിയർ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഓളോട് കുറേ കഥയെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ നെയ്ബേഴ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇയോളെ ഞാൻ കുറേ നാളത്തിന് ശേഷം കാണുന്നുണ്ട്. ഇവളോട് കുറേ മുണ്ടിയിട്ടായിട്ട് ഇപ്പോൾ ജിജിമുത എൻ്റെ നെയ്ബേഴ്സ്. ഇയോളെ ഞാൻ പുറത്തേക്ക് കഴിയുമ്പോൾ എല്ലോളും പുറത്ത് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എപ്പോൾ കാണും. അപ്പോൾ ഇവരുടെ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി.